Good morning. Welcome to Axonus Learning Online Classes. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. 2025 ഏപ്രിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് എയിലെ സെക്ഷൻ എ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ സെക്ഷൻ ബിയിലേക്കാണ് പോകുന്നത്. സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഈ ഒരു സെക്ഷൻ ബേസിക്കലി പറയുന്നത് നമ്മുടെ റീഡിങ് കോംപ്രഹെൻഷൻ. നമുക്കൊരു പാരഗ്രാഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ, വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ജനറലായിട്ട് നമുക്ക് എന്താണ് സിലബസിൽ ഇല്ലാത്ത ഒരു അൺസീൻ പാസേജ് ആയിരിക്കും തരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? തനിയെ വായിച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാണ് വേണ്ടത്. So, read the following passage carefully and answer questions 6 and 7. ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം 6-ാമത്തെയും 7-ാമത്തെയും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. In the heart of the bustling city, there was a small park known as Greenfield Park. എന്താണ്? In the heart of the bustling city. എന്താണ്? ബസ്ലിംഗ് എന്ന് പറഞ്ഞാൽ ബിസി ആയിട്ടുള്ളതാണ് കേട്ടോ. ഒരു സിറ്റിക്ക് നടുക്ക് എന്താണ്? There was a small park known as Greenfield Park. Greenfield Park എന്ന് പറയുന്ന ഒരു പാർക്ക് ഉണ്ട്. It served as a tranquil escape for the inhabitants amid the urban chaos. എന്താണ്? സിറ്റി ലൈഫാണ്, നമുക്കറിയാം, ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെട്ട് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഗ്രീൻഫീൽഡ് പാർക്ക് എന്ന് പറയുന്നത്. എവറി മോർണിംഗ് ജോഗേഴ്സ് കുഡ് ബി സീൻ റണ്ണിങ് അലോങ് ദ winding paths while children played joyfully on the swings. എന്താണ്? എല്ലാ ദിവസവും രാവിലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യാം? ജോഗ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. അതുപോലെ കുട്ടികളാണെങ്കിൽ ഊഞ്ഞാലാടുന്നതൊക്കെ അവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ്. The park was also home to many beautiful trees which provided shade on sunny days. പിന്നെ അത് അവിടെ ആളുകൾ മാത്രമല്ല, അവിടെ എന്തുണ്ട്? ഒരുപാട് മരങ്ങൾക്ക് എന്താണ്? അതൊരു ഹോമാണ്. അവിടെ എന്തുണ്ട്? ഒരു വെയിലിൽ നിന്നൊക്കെ തണൽ തരാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല മരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. One of the favorite spots in the park was the pond. Where ducks floated lazily and families often fed them bread crumbs. എന്താണ്? പിന്നെ അവിടെ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സ്പോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോണ്ടാണ്. അവിടെ എന്തുണ്ട്? ഒരുപാട് ഡക്സ്, ഒരുപാട് താറാവുകളുണ്ട്. അവിടെ വരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അവർക്ക് ബ്രെഡ് ക്രംസ് ഫീഡ് ചെയ്യാറുണ്ട്. ആ സീസൺ ചേഞ്ച് ദ പാർക്ക് ട്രാൻസ്ഫോംഡ് ഡ്യൂറിങ് ഓട്ടം. ദ ലീവ്സ് ടേൺഡ് വൈബ്രന്റ് ഷെയ്ഡ്സ് ഓഫ് ഓറഞ്ച് ആൻഡ് റെഡ് ക്രിയേറ്റിംഗ് എ പിക്ചറസ്ക്യൂ സീൻ. എന്താണ്? സീസൺ മാറുമ്പോൾ, ഓരോ സീസണായിട്ട് മാറി വരുമ്പോൾ ആ പാർക്കിൻ്റെ മുഖച്ഛായ മാറിപ്പോവാറുണ്ട്. ഡ്യൂറിങ് ഓട്ടം സീസൺ അറിയാലോ, ഫോൾ ആണല്ലേ, ഇലകളൊക്കെ പൊഴിഞ്ഞു വീഴുന്ന ആ ഒരു കാലമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാൻ പറ്റും ഇലകളുടെയൊക്കെ കളർ മാറി ഓറഞ്ചും റെഡും ഒക്കെ മിക്സ് ആയിട്ട് നല്ല ഭംഗിയിലിരിക്കും. ഒരു നല്ലൊരു പിക്ചറസ്ക്യൂ സീൻ അല്ലേ, നമുക്കിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരുന്ന രീതിയിലുള്ള ഒരു സീനായിരിക്കും ആ പാർക്ക് എന്ന് പറയുന്നത്. Despite its beauty, Greenfield Park faced challenges. ഈ സൗന്ദര്യം കാരണം തന്നെ എന്താണ്? സൗന്ദര്യം ഉണ്ടെങ്കിലും ഒരുപാട് ചാലഞ്ചസ്, ഒരുപാട് വെല്ലുവിളികളും ഈ പാർക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. ഒക്കേഷണലി litter would accumulate. ചില സമയത്ത് എന്താണ്? മനുഷ്യർ കുറേ വേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അതെല്ലാം കൂടെ എന്ത് ചെയ്യും? അക്യുമുലേറ്റ് എന്ന് പറഞ്ഞാൽ കൂടിക്കിടക്കുക, അങ്ങനെ കൂടിക്കിടക്കാറുണ്ട്. ആൻഡ് ദ സിറ്റി ഒഫീഷ്യൽസ് ഹാഡ് ടു ഓർഗനൈസ് കമ്മ്യൂണിറ്റി ക്ലീനപ്പ് ഡേയ്സ്. അപ്പോൾ ആ സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യേണ്ടി വരും? കമ്മ്യൂണിറ്റി ക്ലീനപ്പ് ഡേയ്സ് ഫിക്സ് ചെയ്യേണ്ടി വരും. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേ ചൂസ് ചെയ്തിട്ട് അന്ന് എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു പാർക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ള രീതിയിൽ. ലോക്കൽ വളണ്ടിയേഴ്സ് ടു പ്രൈഡ് ഇൻ മെയിൻറ്റെയിനിങ് ദ പാർക്ക്, ബിലീവിങ് ഇറ്റ് വാസ് എസെൻഷ്യൽ ഫോർ ദ കമ്മ്യൂണിറ്റീസ് വെൽബീയിങ്. എന്താണ്? ആ കമ്മ്യൂണിറ്റിയുടെ, അവിടെയുള്ള കമ്മ്യൂണിറ്റിയുടെ വെൽബീയിങ്ങിന് ആ പാർക്ക് അത്രയും അത്യാവശ്യമാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ വളണ്ടിയേഴ്സ് എന്താണ്? വളരെ പ്രൗഡായിട്ട് ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ മുൻകൈ എടുക്കാറുണ്ട് എന്നാണ് പറയുന്നത്. പാരഗ്രാഫ് കുറച്ചും കൂടെ ഉണ്ട്. The story of Greenfield Park is a reminder of how green spaces enrich urban life. ഈ ഒരു സ്റ്റോറി, ഈ
ഗ്രീൻഫീൽഡ് പാർക്കിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം ഈ സിറ്റി ലൈഫ്, അർബൻ ലൈഫ് എന്ന് പറഞ്ഞാൽ സിറ്റി ലൈഫാണ്, അതിനെ എന്താണ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഗ്രീൻ സ്പേസ് ആവശ്യമാണെന്ന് കാണിക്കുന്ന ഒരു കഥയാണ്. ഓഫറിങ് എ പ്ലേസ് ഫോർ റിലാക്സേഷൻ, എന്താണ് ഇങ്ങനെയുള്ള സ്ഥലം എന്ന് പറയുന്നത് ആൾക്കാർക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. റീക്രിയേഷൻ ആൻഡ് കണക്ഷൻ. ആസ് സിറ്റീസ് കണ്ടിന്യൂസ് ടു ഗ്രോ, പ്രിസർവിങ് സച്ച് പാർക്സ് ബിക്കം ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയുള്ള സിറ്റീസ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം പാർക്കുകൾ സംരക്ഷിക്കുക എന്നുള്ളത് എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. നമുക്ക് മാത്രമല്ല വരുന്ന തലമുറയ്ക്കും എന്താണ് ഇങ്ങനെയുള്ള ഏരിയാസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് മാറുകയാണ് എന്നാണ് പറയുന്നത്. സോ അവിടെ നമ്മുടെ ടാസ്ക് വരുന്നത് എന്താണ്, ബേസിക്കലി ഈ പാരഗ്രാഫ് വായിച്ച് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലൊരു ടാസ്ക് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ളതാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്, എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് അല്ലേ. 3 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ തന്നിട്ടുള്ളത്, ഓരോന്നിനും ഓരോ മാർക്ക് വീതം. എന്താണ് ഗ്രീൻഫീൽഡ് പാർക്ക് സെർവ് ആസ് എ ഡാഷ് എസ്കേപ്പ് ഫോർ സിറ്റി ഇൻഹാബിറ്റൻസ്. എന്താണ് ഗ്രീൻഫീൽഡ് പാർക്ക് എന്ന് പറയുന്നത് ഒരു ഡാഷ് എസ്കേപ്പ് ആണ് ഫോർ സിറ്റി ഇൻഹാബിറ്റൻസ്. എന്താണ് സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയുള്ള എസ്കേപ്പാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ആ പാരഗ്രാഫിലേക്ക് പോവാം. ഈ വേർഡ്സ് ഒക്കെ എവിടെയാണെന്ന് ഈ പാരഗ്രാഫിൽ നമ്മൾ നന്നായിട്ട് നോക്കുക. എവിടെയാണ് ഇത് വരുന്നത്, എന്താണ് ഇറ്റ് സെർവ്ഡ്, എന്താണ് ആസ് എ ട്രാങ്കിൾ എസ്കേപ്പ്. എസ്കേപ്പാണ് നമ്മുടെ കീവേഡ് എന്ന് പറയുന്നത്. ട്രാങ്കിൾ എന്ന് പറഞ്ഞാൽ വളരെ പീസ്ഫുൾ ആയിട്ട് മനുഷ്യർക്ക് ടെൻഷനൊന്നും ഇല്ലാണ്ട് വളരെ സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിട്ട് മാറുകയാണ് ഇൻഹാബിറ്റൻസ്. അപ്പോൾ ഇവിടെ മിസ്സായ വേർഡ് എന്താണ്, ട്രാങ്കിൾ എന്ന് പറയുന്ന വേർഡാണ് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ദെൻ അടുത്തത് ഇൻ ഓട്ടം ദ ലീവ്സ് ടേൺ വൈബ്രൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഡാഷ് ആൻഡ് റെഡ്. ഓട്ടം സീസണിൽ, അപ്പോൾ നമ്മൾ ആ സെൻറ്റൻസ് എവിടെയാണെന്ന് കണ്ടെത്തി അതിലേക്ക് തിരിച്ചു പോകണം. ഇൻ ഓട്ടം സീസണിൽ ദ ലീവ്സ് ടേൺ വൈബ്രൻറ്റ് ഷെയ്ഡ്സ് ഓഫ്. അപ്പോൾ ആ വേർഡ്സ് എവിടെയാണ് നമ്മൾ കണ്ടത്, യെസ് ഇൻ ഓട്ടം ദ ലീവ്സ് ടേൺ വൈബ്രൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഓറഞ്ച് ആൻഡ് റെഡ്. അപ്പോൾ നമ്മൾ മിസ്സായ വേർഡ് ഏതാണ്, ഓറഞ്ച് ആണ് അവിടെ മിസ്സായിട്ടുള്ളത്. വൈബ്രൻറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. അപ്പോൾ ഓറഞ്ച് എന്നുള്ള വേർഡ് നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇവിടെ എഴുതി കൊടുത്താൽ അതിനും 1 മാർക്ക് കിട്ടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ലോക്കൽ വളണ്ടിയേഴ്സ് സ്പ്രേഡ് ദംസെൽവ്സ് ഇൻ ഡാഷ് ദ പാർക്ക്. എന്തിനാണ് ലോക്കൽ വളണ്ടിയേഴ്സ്, അപ്പോൾ ഈ ലോക്കൽ വളണ്ടിയേഴ്സ് ഒക്കെ എവിടെയാണ് വരുന്നത്, ആ പോർഷൻ നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ. ലോക്കൽ വളണ്ടിയേഴ്സ് ടു പ്രൈഡ് ഇൻ മെയിൻറ്റെയിനിങ് ദ പാർക്ക്. അവർക്ക് എന്താണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക, പാർക്ക് ഒരേ രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. മെയിൻറ്റെയിനിങ് എന്നുള്ള വേർഡാണ് അവിടെ മിസ്സായിട്ടുള്ളത്. ഇനി അടുത്തതും ഒന്നുകൂടെ സിമ്പിളാണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ്. സെയിം പാരഗ്രാഫിനെ ബേസ് ചെയ്ത് വീണ്ടും 3 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ നോക്കി, ഒരു പാരഗ്രാഫ് നമ്മളൊരു 5 മിനിറ്റ് സമയമെടുത്ത് വായിച്ചാലും എന്താണ് 3 6 മാർക്കാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് 1 വേർഡ് ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് MCQs ആണ്. ഗ്രീൻഫീൽഡ് പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ എ ഡാഷ് ഏരിയ. എങ്ങനെയുള്ള ഏരിയയിലാണ് ഗ്രീൻഫീൽഡ് പാർക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ എന്താണ് ഏർബൻ ഏരിയ ആണ് അല്ലേ, ഒരു സിറ്റി ഏരിയ ആണ്. അപ്പോൾ അവിടെ നമുക്ക് യൂസ് ചെയ്ത് പാരഗ്രാഫിൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്, ബസ്ലിംഗ് സിറ്റി എന്നാണ്. അപ്പോൾ എന്താണ് ബസ്ലിംഗ്, അങ്ങനെ വളരെ തിരക്ക് പിടിച്ച ഒരു ഏരിയയിലാണ് അല്ലേ. അപ്പം അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദ പോണ്ട് ഇൻ ദ പാർക്ക് ഈസ് ഹോം ടു. ഒരു പോണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ പാരഗ്രാഫ് വായിച്ചപ്പോൾ. ഒരു പോണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോണ്ട് ആരുടെ ഹോമായിട്ടാണ് ആ ഒരു പാരഗ്രാഫിൽ അല്ലെങ്കിൽ ആ ഒരു പാസേജിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ആരെ മെയിനായിട്ട് പറയുന്നത്, ഡക്സിനെയാണ് പറയുന്നത് അല്ലേ. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, ബ്രെഡ് ക്രംസ് ഒക്കെ ഫീഡ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡക്സ് ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. then അടുത്ത ക്വസ്റ്റ്യൻ, what does the community organize to deal with litter in the park? litter എന്ന് പറയുമ്പോൾ വേസ്റ്റ് ആണ്. ഈ വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിറ്റി എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ആ ഒരു ഇഷ്യൂ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ആർട്ട് ഫെയർ ആണോ, മ്യൂസിക് കൺസേർട്സ് ആണോ, ക്ലീൻ അപ്പ് ഡേയ്സ് ആണോ, സ്പോർട്ടിംഗ് ഇവൻറ്റ്സ് ആണോ? അപ്പോൾ നമുക്കറിയാം അവർ തന്നെ എന്ത് ചെയ്യും, ഒരു ക്ലീൻ അപ്പ് ഡേ ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യും. അങ്ങനെയാണ് അവർ ആ ഒരു ഇഷ്യൂ പരിഹരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ക്ലീൻ അപ്പ് ഡേയ്സ് എന്നുള്ളതാണ്. ആ ഓപ്ഷൻ ഏതാണെന്നുള്ളത് കറക്റ്റ് പിക്ക് ചെയ്താൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തതും
ഇതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റിയാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ. ഞാൻ പറഞ്ഞല്ലോ നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ റീഡിംഗ് എബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമുക്കൊരു അൺസീൻ പാസേജ് ആണ് തന്നിട്ടുള്ളത്. നമുക്കത് വായിക്കാം. വായിച്ചതിന് ശേഷം 6 സെൻറ്റൻസസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ, ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്ത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മൗണ്ട് എവറസ്റ്റ്, ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്, സ്റ്റാൻഡ്സ് ടോൾ അറ്റ് 8,848 meters above sea level. നമുക്കറിയാലോ, വായിക്കുമ്പോൾ തന്നെ മീനിങ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. മൗണ്ട് എവറസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്, ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശൃംഖമാണ്. എന്താണ്, 8,848 മീറ്റർ ആണ് സീ ലെവലിൽ നിന്നും അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. ലൊക്കേറ്റഡ് ഇൻ ദ ഹിമാലയാസ് ഓൺ ദ ബോർഡർ ബിറ്റ്വീൻ നേപ്പാൾ ആൻഡ് ടിബറ്റ്, ഓട്ടോണോമസ് റീജിയൻ ഓഫ് ചൈന, ഇറ്റ് അട്രാക്ട്സ് thousands of climbers each year. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനാണ് അടുത്തത് പറയുന്നത്. ഇൻ ഹിമാലയാസ്, ഹിമാലയത്തിലാണ്. ഓൺ ദ ബോർഡർ ബിറ്റ്വീൻ നേപ്പാൾ ആൻഡ് ദ ടിബറ്റ്, നേപ്പാളിൻ്റെയും ടിബറ്റിൻ്റെയും ഒരു ബോർഡറിലാണ് കിടക്കുന്നത്. അവിടേക്ക് എന്ത് ചെയ്യാറുണ്ട്, 1000-കണക്കിന് ക്ലൈംബേഴ്സ് ആണ് ഓരോ വർഷവും എത്തിച്ചേരുന്നത്. While many climbers aspire to reach the summit, the journey to the top is fraught with challenges. എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്താണ്, ആ സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പ്, ഏറ്റവും ഉയരത്തിലേക്ക് എത്തുക എന്നുള്ളൊരു എയിമിലാണെങ്കിലും ആ ജേണി എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ദ എക്സ്ട്രീം ആൾട്ടിറ്റ്യൂഡ് പ്രസൻറ്റ് സീരിയസ് ഹെൽത്ത് റിസ്ക്. എന്താണ്, അത്ര ഹൈറ്റ് വരുമ്പോഴത്തേക്കും ഹെൽത്തിന് ഒരുപാട് പ്രശ്നം വരുന്നുണ്ട്. ഇൻക്ലൂഡിങ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വിച്ച് ക്യാൻ ബി ലൈഫ് ത്രെറ്റണിങ്. ചിലപ്പോൾ എന്തായിരിക്കും, നമുക്ക് ഉയരത്തേക്ക് പോകും തോറും പല ബുദ്ധിമുട്ടുകളും വരാം അല്ലേ. അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ലൈഫിനെ തന്നെ ബാധിക്കാവുന്ന തരത്തിലുള്ളതാണ്. The first successful ascent of Mount Everest was achieved in 1953 by Sir Edmund Hillary of New Zealand and Tenzing Norgay, എ ഷെർപ്പ ഓഫ് നേപ്പാൾ. അപ്പോൾ ഈ 2 ആൾക്കാരെയാണ്, എഡ്മണ്ട് ഹിലരിയും അതുപോലെ തന്നെ ടെൻസിങ് നോർഗെ എന്ന് പറയുന്ന ആളെയാണ് ഫസ്റ്റ് എന്താണ് എവറസ്റ്റ് ക്ലെയിം ചെയ്തതായിട്ട് പറയുന്നത്. Their achievement marked a historic moment in a mountaineering and opened the door for future expeditions. അവരുടെ ആ ഒരു അച്ചീവ്മെൻ്റ് ആണ് എന്ത് ചെയ്തത്, ഒരു ഒരു മാർക്കായിട്ട് അവിടെ വന്നത്, അതുപോലെ തന്നെ ഹിസ്റ്റോറിക് മാർക്കായിട്ട് വന്നതും, അതുപോലെ തന്നെ ഫ്യൂച്ചർ ക്ലൈംബേഴ്സിന് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറിയതും അവരുടെ ആ ഒരു ജേണിയാണ്. സിൻസ് ദെൻ ദ പോപ്പുലാരിറ്റി ഓഫ് ക്ലൈംബിംഗ് എവറസ്റ്റ് ഹാസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഇവർ പോയതിന് ശേഷം എവറസ്റ്റ് ക്ലൈംബിംഗ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി കൂടി വന്നു, ലീഡിങ് ടു എ ബൂം ഇൻ ടൂറിസം. ഹൗഎവർ ദിസ് ഈസ് ആൾസോ റിസൾട്ടഡ് ഇൻ എൻവിറോൺമെന്റൽ കൺസേൺസ് ആസ് വേസ്റ്റ് അക്യുമുലേറ്റ്സ് ഓൺ ദ മൗണ്ടെയിൻ. അപ്പം എന്താണ്, ആളുകൾ കൂടുന്തോറും എന്താണ് അവിടെ ഏറ്റവും വലിയൊരു നേരിടുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് എന്താണ്, വേസ്റ്റ് ആയിരിക്കും. പ്ലാസ്റ്റിക് വേസ്റ്റോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ ആ ഒരു പരിസരത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഒരു പ്രശ്നമായിട്ട് മാറി. ക്ലൈംബേഴ്സ് മസ്റ്റ് പ്രിപ്പയർ extensively and hired experienced guides often from local Sherpa communities. അപ്പോൾ ക്ലൈംബേഴ്സ്, ഈ എവറസ്റ്റ് ക്ലെയിം ചെയ്യുന്ന ആൾക്കാർ എന്തായാലും തന്നെ എന്തായിരിക്കണം, നന്നായിട്ട് പ്രിപ്പയർ ആയിരിക്കണം. അതുപോലെ തന്നെ ഹയർ എക്സ്പീരിയൻസ്ഡ് ഗൈഡ്, നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളെ നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് ആ ഒരു ഏരിയയിലുള്ള ലോക്കൽ ആൾക്കാരാണ് ഷെർപ്പ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു ആളെയും നമ്മൾ ഗൈഡായിട്ട് കൂട്ടിയിരിക്കണം. ഹൂ പൊസസസ് ഇൻവാല്യുബിൾ നോളജ് ഓഫ് ദ മൗണ്ടെയിൻ. ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ആ ഒരു മൗണ്ടെയിനെ കുറിച്ച് അത്രയും അറിവുള്ളത്. Despite the risk including avalanches and unpredictable weather. അപ്പോൾ നമുക്കറിയാമല്ലോ, അത്രയും ഹൈറ്റിലേക്ക് കയറി പോകുമ്പോൾ മഞ്ഞുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ആ ഒരു വെതർ മോശമായിരിക്കാം. ദ അല്യൂർ ഓഫ് സ്റ്റാൻഡിങ് അറ്റ് ദ റൂഫ് ഓഫ് ദ വേൾഡ്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാരെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ്, റൂഫ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിൻ്റെ ഏറ്റവും ഉയരം കൂടി അതിൽ കയറി നിൽക്കുകയല്ലേ. കണ്ടിന്യൂസ് ടു ഡ്രോ അഡ്വഞ്ചേഴ്സ് ഫ്രം അറൗണ്ട് ദി ഗ്ലോബ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഇങ്ങോട്ട് എത്തിപ്പെടുന്നുണ്ട്. എഫേർട്സ് ടു പ്രൊമോട്ട് responsible tourism and minimize impact on the environment are vital to preserving the integrity of Mount Everest for future climbers. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, റെസ്പോൺസിബിൾ ടൂറിസം, അതുപോലെ തന്നെ മിനിമൈസ് ഇമ്പാക്റ്റ് ഓഫ് എൻവിറോൺമെൻറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പ്രകൃതിക്ക് ഇത് കാരണം ഒരു ദോഷം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫ്യൂച്ചർ ക്ലൈംബേഴ്സിനും കൂടെ നമുക്കിത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എവറസ്റ്റിനെ കുറിച്ചാണ് മൊത്തത്തിൽ പറഞ്ഞത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ട്രൂ ഓർ ഫാൾസ് സെൻറ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്.
മൗണ്ട് എവറസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് എൻറ്റയർലി ഇൻ നേപ്പാൾ. അപ്പോൾ സെൻറ്റൻസ് നമ്മൾ നോക്കണം. നേപ്പാൾ കാണുമ്പോൾ ഓക്കെ നമ്മളവിടെ നേപ്പാൾ കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ട്രൂ കൊടുക്കരുത്. എൻറ്റയർലി എന്നൊരു വാക്കുണ്ട്. എന്താണ്? മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓൺ ദ ബോർഡർ ബിറ്റ്വീൻ നേപ്പാൾ ആൻഡ് ദ ടിബറ്റ് ഓട്ടോണമസ് റീജിയൻ ഓഫ് ചൈന എന്നാണ്. അപ്പോൾ രണ്ടും വരുന്നുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അടുത്തത് Sir Edmund Hillary and Tenzing Norgay were the first to successfully claim Mount Everest. എഡ്മണ്ട് ഹിലറിയും അതുപോലെ തന്നെ ടെൻസിങ് നോർഗയും ആണ് ഫസ്റ്റ് ടൈം എവറസ്റ്റ് എന്താണ് സക്സസ്ഫുൾ ആയിട്ട് കീഴടക്കിയത്. അപ്പോൾ നമുക്കറിയാം അത് ട്രൂ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്, ക്ലൈംബിംഗ് എവറസ്റ്റ് പോസസ് നോ സിഗ്നിഫിക്കൻറ്റ് ഹെൽത്ത് റിസ്ക്. എന്താണ്? എവറസ്റ്റിൽ കയറി പോവാന്നുള്ളതിന് അവിടെ ഹെൽത്ത് റിസ്ക് ഒന്നും തന്നെ വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ആണല്ലേ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ്? ഇത് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, the number of climbers attempting to reach the summit has decreased over the years. എന്താണ്? ആ ഒരു പർവ്വതത്തിൻ്റെ ടോപ്പിലേക്ക് കയറി പോകാനുള്ള ക്ലൈംബേഴ്സിൻ്റെ എണ്ണം എന്താണ്? വർഷം കൂടുന്തോറും കുറഞ്ഞു വരികയാണ്. നമുക്കറിയാലോ അതെന്താണ്? ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത സെൻറ്റൻസ്, ലോക്കൽ ഷെർപ്പ ഗൈഡ്സ് ആർ ഓഫൺ ഹയേർഡ് ഫോർ ക്ലൈംബിംഗ് എക്സ്പെഡിഷൻസ്. എന്താണ്? ലോക്കൽ ഷെർപ്പ ഗൈഡ്സ്. നമുക്ക് ഒറ്റയ്ക്ക് അങ്ങ് കയറി പോകാൻ പറ്റില്ല, നമുക്കൊരു ഗൈഡ് വേണം. അത് പ്രോബബ്ലി എന്ത് തന്നെ ആയിരിക്കണം? അവിടെയുള്ള ലോക്കലായിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഷെർപ്പ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആൾക്കാരായിരിക്കണം. അവർക്കാണ് ആ ഒരു മൗണ്ടനെ കുറിച്ച് കൂടുതൽ അറിവെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെൻറ്റൻസ് ട്രൂ ആണ്. നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളെയും കൂടെ ചേർത്താണ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അടുത്തത്, എൻവിറോൺമെൻറ്റൽ കൺസേൺസ് ഹാവ് അറൈസൺ ഡ്യൂ ടു ഇൻക്രീസ്ഡ് ടൂറിസം ഓൺ മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റിൽ ടൂറിസം കൂടിയത് കാരണം എൻവിറോൺമെൻറ്റൽ കൺസേൺ എന്താണ്? ഉണ്ടായി വരികയാണ്. നമുക്ക് പ്രകൃതിയും കൂടെ ഒന്നുകൂടെ എന്താണ്? പ്രകൃതിക്കും കൂടെ ദോഷം വരാത്ത രീതിയിൽ എല്ലാം പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. വേസ്റ്റൊക്കെ അക്യുമുലേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഇഷ്യൂസ് ഈ ടൂറിസം കാരണം വരുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ സെൻറ്റൻസ് എന്താണ്? ട്രൂ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷൻ ബിയിൽ നമ്മൾ കണ്ടത്. എന്താണ്? നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് 2 പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത്രയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനി അടുത്ത് നമുക്ക് സെക്ഷൻ സി ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഗ്രാമർ പോർഷൻ ആയിരിക്കും അതിൽ വരിക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.